വലിച്ചെടുക്കുക. ശരിയല്ലേ? സ്ട്രൈറ്റ് തന്നെ അല്ല, അങ്ങനെ എടുക്കല്ലേ, ഇങ്ങനെ തന്നെ വയ്ക്കുക. അതായത് നമുക്ക് ലെവൽ അറിയണം. ഇങ്ങനെ തന്നെ എടുക്കുക. ഇങ്ങനെ ഉണ്ടോ? വളരെ ക്ലിയർ ആണ് കേട്ടോ. ഓയിൽ ഇന്നലെ ചേഞ്ച് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രേ. നമ്മളൊരു 5,000 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ മാറി ബ്ലാക്ക് ആവും. 10,000 ആകുമ്പോഴത്തേക്കും ഓയിൽ ചോർത്തി കളഞ്ഞിട്ട് പുതിയ ഓയിൽ. അപ്പം ഇത് മാക്സിമവും ഇത് മിനിമവും കേട്ടോ. ഇത് മാക്സിമവും ഇത് മിനിമവും. ഇതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഓയിൽ ലീക്കാവുകയാണെങ്കിൽ ഈ ഓയിൽ അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിലിങ്ങനെ പുറത്തേക്ക് പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റോഡിൽ നിന്ന് കറുത്ത ലൈൻ കാണുമെന്ന് പറഞ്ഞില്ലേ, ഇതാണ്. അപ്പോൾ ഇതിന് താഴെ വരുമ്പോഴത്തേക്ക് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും അകത്ത് എഞ്ചിൻ ഓയിൽ ലൈറ്റ് കത്തും. നമ്മൾ ആ ഓയിൽ ലൈറ്റ് മൈൻഡ് ചെയ്യാതെ ഓടുകയാണെങ്കിൽ എഞ്ചിനിലുള്ള ലൂബ്രിക്കൻ്റ് ഇല്ലാതെ വരും. അപ്പോൾ ലൂബ്രിക്കൻ്റ് ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കേട്ടെ, ലൂബ്രിക്കൻ്റ് ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്തിനാണ് ലൂബ്രിക്കൻ്റ്? എഞ്ചിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാനല്ലേ കേട്ടോ. ഒരു എഞ്ചിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് എന്തുകൊണ്ടാണത്? ഓയിൽ ഒഴിക്കുന്നത്. ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ പോയിട്ട് സ്മൂത്താവും. അപ്പോൾ ഈ എഞ്ചിൻ ഓയിൽ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ ഉണ്ടാവും, ചൂടുണ്ടാവും, ഹീറ്റാവും, എഞ്ചിൻ ബ്ലാസ്റ്റ് ആവും. അങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്, എഞ്ചിൻ സ്റ്റക്ക് ആവുന്നത് കേട്ടോ. ഇത്രയാണ് കാര്യം. ഇല്ല, അത് വേറെ വേറെ ഓയില്ല. പിന്നെ ഇതിൻ്റെ വേറെ, ഇത് ഫ്ലൂയിഡിൻ്റെ വേറെ സംഭവം, ഇത് വേറെ സംഭവം. മനസ്സിലായില്ലേ? ഇത് വലിയ. പിന്നെ ഇതെന്ത്? ഇതാണ് നമ്മളെ ടെമ്പറേച്ചർ, കൂളൻ്റ്. എന്താ ഇതാണ്? എന്തിനാണ് വെള്ളം? നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അളവാണ് കൂടുതലുള്ളത്? എന്തിനാ വെള്ളം? നമുക്ക് ചൂട് കുറയ്ക്കാൻ അല്ലേ? നമുക്ക് എന്തൊക്കെ വേണം ശരീരത്തിൽ? നമുക്ക് ജീവിക്കണം എന്തൊക്കെ വേണം? പണം, പൈസ, ആഹാരം, വസ്ത്രം അല്ലേ? നമുക്ക് എന്തൊക്കെ വേണം? മോനെ, വെള്ളം വേണം, കഴിക്കാൻ വേണം, വായു വേണം അല്ലേ? ഇതെല്ലാം വാഹനത്തിനും വേണം. ഇന്ധനം, ആഹാരം, നമ്മൾ പെട്രോൾ ഒഴിക്കുന്നു, ഓക്സിജൻ ഇതുവഴി കിട്ടുന്നു. ഇവിടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വലിച്ചെടുത്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്ന ഫ്യൂലും കൂടെ മിക്സ് ആയിട്ടാണ്. ഇത് ചൂടുണ്ട്, ഇവിടെ ചൂടുണ്ട്. എങ്ങനെ ചൂടുണ്ടാവുന്നത്? ചൂടുണ്ട്, തൊട്ട് നോക്കി, ഇവിടെ ചൂടുണ്ട്, ഇവിടെ തൊട്ട് നോക്കി, എങ്ങനെ ചൂടുണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലെ ഓക്സിജനും ഫ്യൂലും കൂടെ എഞ്ചിനകത്തേക്ക് ഇൻടേക്ക് എടുക്കുകയും, ഈ 4 പ്ലഗ് ഉണ്ട്, ഇതെല്ലാം പ്ലഗ്. ഇത് പ്ലഗിൻ്റെ സഹായത്തോടെ അവിടെ സ്പാർക്ക് കിടക്കും. സ്പാർക്കാകുമ്പോൾ എന്ത് സംഭവിക്കും? പെട്രോളിൽ തീപിടുത്തം ഉണ്ടാവും. ആ തീപിടുത്തം ഉണ്ടായത് അടുത്ത സെക്കൻഡ് തന്നെ തീ കെടും. കത്തിക്കൊണ്ട് തീ കെടുമ്പോൾ എന്തുണ്ടാവും അവിടെ? കാർബൺ